സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കാബേജ് റോൾ ഉണ്ടാക്കാം. അത് എങ്ങനെ എന്ന് നോക്കാം. ആദ്യം ഈ കാബേജിൻ്റെ ഇല ഓരോന്നായി അടർത്തിയെടുക്കണം. ഇല താഴത്തു നിന്ന് അടർത്തിയെടുത്താൽ അത്ര ശരിയായി കിട്ടില്ല. ഈ ഇല മുകളിൽ നിന്ന് താഴോട്ടാണ് അടർത്തിയെടുക്കേണ്ടത്. കണ്ടില്ലേ, ഇങ്ങനെ ഇല മുകളിൽ നിന്ന് താഴോട്ട് അടർത്തിയെടുക്കുമ്പോൾ ഈസിയായി കിട്ടുന്നത്. ഇങ്ങനെ എല്ലാ ഇലകളും അടർത്തിയെടുക്കാം. ഇനി 250 ഗ്രാം ചിക്കൻ എല്ലില്ലാതെ കീമയാക്കി എടുക്കാം. ഇനി ഈ മുറിച്ച സവോള മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. അധികം അരയേണ്ടതില്ല. മൂന്ന് നാല് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഒരു സവാള അരച്ചതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും പുതിന ഇലയും കൂടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ ഇളക്കി മാറ്റി വയ്ക്കാം. ഈ ഇലകളെല്ലാം ഒന്ന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇലയുടെ പിന്നിൽ കാണുന്ന തടിച്ച തണ്ട് പോലുള്ള ഇത് മുറിച്ച് മാറ്റാം. ഇല കീറാതെ ചെറിയ രീതിയിൽ മുറിച്ച് മാറ്റിയാൽ മതി. ഇങ്ങനെ എല്ലാ ഇലകളും മുറിച്ച് മാറ്റാം. ഇല കീറാതെ നോക്കണം. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഈ വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ഇലകൾ ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇലകൾ കീറാതെ ചിക്കൻ വെച്ച് മടക്കി ഉരുട്ടിയെടുക്കാൻ ഈസിയായി കഴിയും.
ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഭക്ഷണം ഒരു ഹെൽത്തിയായ ഒന്നാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഇലകൾ കീറാതെ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. തടി കുറയ്ക്കണം എന്ന് പറയുന്നവർക്ക് കൂടി കഴിക്കാൻ നല്ലതാണ്. ഇങ്ങനെ എല്ലാ ഇലകളും വെള്ളത്തിൽ നിന്നെടുത്ത് കമിഴ്ത്തി വയ്ക്കാം. വെള്ളം മാർന്നു പോയ ശേഷം ഇതിലേക്ക് ചിക്കൻ വെച്ച് ഉരുട്ടിയെടുക്കാം. ഇനി ഇലയുടെ നടുക്ക് ചിക്കൻ വെച്ച് എങ്ങനെയാണ് ഉരുട്ടിയെടുക്കേണ്ടത് എന്ന് നോക്കാം. ഇങ്ങനെ മടക്കിയെടുത്ത റോളുകളെല്ലാം ആവിയിൽ വേവിച്ചെടുക്കാം. മൂന്ന് നാല് ആവി വന്ന ശേഷം നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുറത്തെടുക്കാം. ചിക്കൻ വെച്ച ശേഷം ഉരുട്ടിയെടുത്ത് ബജിയുടെ കൂട്ടുണ്ടാക്കി അതിൽ മുക്കി എണ്ണയിൽ ഫ്രൈ ചെയ്തും ഉണ്ടാക്കാവുന്നതാണ്. അത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ഇത് ആരോഗ്യത്തിന് വളരെ നല്ല ഒരു ഭക്ഷണമാണ്. എണ്ണയിൽ വറുത്തെടുത്ത് കഴിക്കുന്നതിലും നല്ലത് സ്റ്റീം ചെയ്ത് കഴിക്കുന്നതാണ്. ഇത് ടൊമാറ്റോ സോസാണ്. ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം. ഇതാ മുറിച്ചാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.